ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് അർദ്ധരാത്രി ഒന്ന് മണൽ വരാൻ വേണ്ടി പോയാലോ? ശരിക്കും പറഞ്ഞാൽ അത് കുറേ മുന്നത്തെ വീഡിയോ ആണ്. ഞാൻ വിചാരിച്ചു ഫോണൊന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പം ഒത്തിരി വീഡിയോസ് ഉണ്ട്, അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പം എല്ലാം കൂടി ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം നല്ല നല്ല വീഡിയോസ് ഉണ്ട് കുറേ, അതൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പം നമുക്ക് ഫോണ് ഇനി എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് ആ വീഡിയോസ് ഒന്നും നഷ്ടമാവില്ലല്ലോ. എൻ്റെ ഫോണാണെങ്കിൽ എപ്പോഴും കേടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ നോക്കി നോക്കുമ്പോൾ നല്ല രസമുള്ള വീഡിയോസാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ? ഇവിടെ ഇത് അജ്മാനിലെ കോർണിഷാണ് കേട്ടോ. ഇവിടെ എന്തിനാണ് ഇത്രയും വലിയ കുഴി കുഴിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. ആക്ച്വലി എന്നും ഞങ്ങൾ നൈറ്റ് ടൈമിൽ അവിടെ പോവാറുണ്ട്. ആ സമയത്തൊക്കെ ഇവരുടെ കൂടെ കളിക്കലാണ് ഇക്കാക്ക് പണി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വലിയ വലിയ കുഴികളാക്കും, എന്നിട്ട് അതിനകത്ത് നിന്ന് വെള്ളം കൊടുത്തിട്ട് അതിനകത്ത് ഒഴിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് കാണുകയുള്ളൂ. ഇനി വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ പണിയെടുക്കാറുണ്ട് നാട്ടിൽ. ഇതെന്താ ചെയ്തോണ്ടിരിക്കണം? കിണർ വയ്ക്കുക. ഇത് നമുക്ക് നാട്ടിൽ ചെയ്യായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കിണറായിരുന്നു അല്ലേ? 2 കിണറാവും. അപ്പോൾ ഒരു പ്രൊഫഷണൽ കിണർ പണിക്കാരന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ആൾക്കാരെ. ആദ്യം അവിടെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം ഇതിനെ ആദ്യം എന്ത് ഹെൽപ്പാണ് ചെയ്യണേ? ഇത് അബദീതിയും കൂടിയിട്ട് ഇവിടെ നല്ലൊരു പണിയെടുക്കുന്നുണ്ട്. എന്താ ചെയ്യണേ? ഒരു കുഴി വെച്ച് അതിൽ നിന്ന് കുറേ മണ്ണെടുത്തിട്ട് ആദ്യം JCBയിലാക്കി കൊടുക്കും. ആദ്യം പോയിട്ട് കൊണ്ട് കളയില്ല. ഇതിൻമോളെവിടെ പറ, എവിടെന്ന് പറ. റൂമിലാണോ? എന്താ ഇതിൻമോൾ വരാഞ്ഞ്? ഇപ്പം ടൈം എത്രയാ? 2 മണി. അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കടപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ കുഴി കൊത്തുന്ന വേറെ ആരെങ്കിലും ഈ ലോകത്തുണ്ടാവോ? ഇതായി 2 ആൾക്കാരാണ് അതിന് അർഹരായ ആൾക്കാരല്ലേ.
ഇവിടെ കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്ന് എനിക്ക് ബോൾ കൊണ്ട് ഒരു എറിവ് കിട്ടിയതാണിത്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഫോൺ താഴെ പോയില്ല. മുജിക്കാൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണിത്. പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. കാരണം എന്ന് വെച്ചെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എപ്പോഴും ഡെയിലി പോകുമായിരുന്നു. അപ്പം ഡെയിലി പോയി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നല്ല നൈറ്റിലാണ് ഒക്കെ പോവുക. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്ന സമയമാണ്. പക്ഷെ എന്നാലും കൊണ്ടുപോകും. പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടും പോകാറുണ്ട്. നല്ല ഈവനിങ് ടൈമിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലൊക്കെ നല്ല ഒരു റിഫ്രഷ്മെൻ്റാണ്. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ആൾ വരാൻ വേണ്ടി റെഡിയാവുന്നില്ല. ഇത് പിന്നെ എത്ര നേരം വൈകിയാലും ഇവിടെ തന്നെ ഇരുന്ന് കളിച്ചോളും. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.